എടാ 2 മിനിറ്റ് ഇപ്പിടാം വേനെ. ഹലോ കേൾക്കുന്നുണ്ട്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്? ഹലോ ബ്രദേഴ്സ് കേൾക്കുന്നുണ്ടോ? ഇതെന്തെന്നാ ഇതില് വരാത്ത? ആരാ? ഉപ്പാക്ക് വിട്ടു മൈര. എടാ എന്താണ് നിനക്കൊന്ന് ഇതൊന്നും തീരാത്ത നിന്റെ ഒന്ന് കോള്? ഓരോ 5 മിനിറ്റ് കൂടുമ്പം വരുമല്ല. ഞാൻ മറന്നു. ഞാൻ ആവശ്യത്തിന് വാട്സപ്പ് എനിക്ക് ഉപയോഗിക്കേണ്ട ടൈം മാത്രം ഞാൻ ഇല്ലേ ഇത് ഓണാക്കി ഇടും. അല്ലാത്ത സമയത്ത് ഞാൻ മറ്റേ ഡിസേബിൾ ആക്കി ഇടും. അതാകുമ്പോൾ എളുപ്പമാണ്. ഓഫ് ലോഡ് ആക്കി ഇടും. ഓഫ് ലോഡ് ആപ്പ് ആക്കിയിട്ടാൽ കുഴപ്പമില്ല. എനിക്ക് കോള് വരില്ലല്ലോ. ഇല്ല വരും. എടാ എന്താ പരിപാടി? അന്നയ്യോ ഇന്നയ്യോ ഇനി പള്ളീന്റെ ഭാഗത്ത് ക്യാമറ എടുത്തിട്ട് പോയാൽ മുട്ടുകാലെല്ലാം എടുക്കുന്ന പറയാ. നമുക്ക് വേറെ എവിടെയും പോവാ. എന്നയ്യോ പുറത്തിറങ്ങാൻ തന്നെ. പുറത്തിറങ്ങിയിട്ട് എന്നാ ചോദിക്കുന്നത്? മനസ്സിലായോ? എവിടെ പോവാ? എനിക്ക് ആരും പരിചയമില്ല. ആരടുത്തും പോവാൻ കഴിയില്ല. അപ്പം നോമ്പായിക്കൊണ്ട് ഫുഡ് കഴിക്കാൻ പോകാനും കഴിയില്ല. മനസ്സിലായോ? എന്നയ്യോ ടൗണിൽ പോന്നാ? എടാ എനിക്ക് വണ്ടിയൊന്നും ഇല്ലടാ ടൗണിൽ പോവാൻ. എൻ്റെ മൈലെന്താ അറിയോ? ഇവിടെ അടുത്തൊരു ജിമ്മുണ്ട്. അടുത്തല്ല, കുറച്ച് ദൂരം നടന്നെത്തും. കുറച്ചൊരു 5-10 നടന്നെത്തും. ആടെ ആ ജിമ്മിൽ പോകുന്നൊരു ചെക്കനെ ഇവിടെ വന്നിന്, എന്നെ കാണാൻ വന്നിന്. ആ ജിമ്മിൽ പോകുന്നതൊക്കെ ചെക്കൻ പറഞ്ഞ് വീടിന് അടുത്തല്ലേ, ജിമ്മിലെല്ലാം പോയി ബോഡി സെറ്റാക്കുക. പെമ്പിള്ളേരെല്ലാം നോക്കും. ജിമ്മിൽ പോയി ബോഡി സെറ്റാക്കുക. എന്തോ 1000 റുപ്യ മറ്റേ ഉള്ളൂ പോലും ജിമ്മിൽ. 1000 റുപ്യ അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പം ഇനി ജിമ്മിൽ പോയാലോ എന്നൊരു പോയി നോക്കാം. എനിക്ക് ഉറപ്പൊന്നുമില്ല, നമുക്ക് പോയി നോക്കാം. ഓക്കെ, ജസ്റ്റ് ആ ചുറ്റുവട്ടത്തൊന്ന് പോയി നോക്കാം. എനിക്ക് ഉറപ്പില്ല. എന്തായാലും ആ ഭാഗത്തുനിന്ന് പോയി നോക്കാം. ഓക്കെ, PC ഓഫ് ആക്കട്ടെ. അങ്ങോട്ട് പൈസ വേണമല്ലോ. എടാ ചാന് പൈസ ഉണ്ടോ? കുറച്ച് പൈസ തരോ? ഇതാ എൻ്റെ മെയിൻ എതിരാളി കടന്നുറങ്ങുന്ന. എടേ ഷാനു, ഇങ്ങനെ നടന്നാൽ മതി. എടാ ജിമ്മിൽ പോയി ബോഡിയെല്ലാം സെറ്റാക്കണോ? എടാ ബോഡിയെല്ലാം സെറ്റാക്കണോടാ. എടാ ഷാനു, എടാ സോറി. എടാ പൈസ എടുക്കട്ടെ ബസ്സിന്? പൈസ ഉണ്ടോ? സോറി. ഇതെത്ര? പോവാ വീട് കാണിക്കാനേതാ? വീട് തന്നെ. വീട് കാണിക്കാനൊന്നും ഇല്ലടാ. വീട് കാണിക്കാനൊന്നുമില്ല. ഇത് കാണിക്കാടാ. എൻ്റെ വീടിൻ്റെ പുറം കാണിച്ചാട്ടാ. ആരെങ്കിലും ഉണ്ടാ? മൊത്താളാന്നടാ. പള്ളിയാണ് എൻ്റെ വീടിന് പുറത്ത്. പള്ളിയാണ്. പള്ളിയിൽ മൊത്താളാ. ഞാൻ കാണിച്ചാ ഉണ്ടോ?
ഉണ്ടോ? എൻ്റെ വീടിൻ്റെ തൊട്ട് പുറത്ത് ഖബർസ്ഥാനാണ്. അത് പള്ളിയാണ്. ആ കാണുന്ന പള്ളി പള്ളിയുടെ ഇപ്പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ടോ? ആ കാണുന്നല്ല ഖബറാണ്. മനസ്സിലായോ? ഇതിപ്പോൾ ഇന്ന് നോമ്പ് 20 ആയിക്കൊണ്ടാണ് ആൾക്കാരുള്ള ഖബർസ്ഥാനിൽ വരുന്നത്. അങ്ങനെ ഓതാൻ വേണ്ടിയിട്ട് മരിച്ചാക്ക് ദ്വാരക്കാൻ വേണ്ടിയിട്ട് വരുന്നത്, ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് വരുന്നത്. എല്ലാം കീടൊന്നും ആരും ഉണ്ടാവില്ല, ഖബർസ്ഥാനൊന്നും ആരും ഉണ്ടാവില്ല. എൻ്റെ വീട്ടിൻ്റെയും പള്ളീൻ്റെ ഇടയിലുള്ളത് ഈ ഖബർസ്ഥാനാണ്. ഖബർസ്ഥാനൊന്നും തീരാത്ത മെമ്മറിയാണ് ഖബർസ്ഥാൻ. എല്ലാം പണ്ട് ഫുള്ള് എന്നെ നാട്ടാറിലും പിടിച്ചാൽ ഞാൻ എന്താക്കും അറിയോ, ഈ കുഴിച്ച് വെക്കുന്ന ഖബറില്ലേ, ആൾക്കാരെ മറാടാൻ വേണ്ടി കുഴിച്ച് വെക്കുന്ന ഖബറിൽ പോയിട്ട് ഇരിക്കും. എന്നിട്ട് ആ വഴിക്കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നാട്ടം എണീച്ചിട്ട് പേടിപ്പിക്കാളാം. പണ്ട് നാട്ടാറിലും പിടിച്ചിനാ ഉള്ള സീന്. അല്ല കഴിഞ്ഞ് അവന്നല്ല ഇവിടുത്തെ വലിയ സീനുണ്ട് വേറെ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഉപ്പാനോട് ഞാൻ വർത്താനം പറയാണ്ടായ സീനില്ലേ, എൻ്റെ ഉപ്പാനോട് ഞാൻ കുറേ കൊല്ലം വർത്താനം പറയാൻ ഉണ്ടാകാൻ കാരണമായിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് വേറെ കഥ, വലിയ കഥ. അത് പിന്നെ പറഞ്ഞതാ. ഇപ്പോൾ പറഞ്ഞ പോകാനുള്ള മൂടങ്ങോ നല്ല ട്രോമാറ്റിക് കഥയാണ്, ട്രോമാറ്റിക് എക്സ്പീരിയൻസാണ്. നാട്ടുകാർ മൊത്തം പിടിച്ചതിനെ കെട്ടിയിട്ട കഥയെല്ലാം ഉണ്ട്, കേസെല്ലാം ഉണ്ട്. ഇവിടെ വലിയൊരു കേസായിന് എനിക്ക് നാട്ടിൽ. ഇവിടെ വന്നിട്ട് ചോദിച്ചാൽ അറിയാം, ഒരു വലിയ കേസായിന്. അതിപ്പോൾ പറയാൻ കൊള്ളൂല, അത് പറഞ്ഞാൽ മൂടോ. എല്ലാം ട്രോമയാണ്. പണ്ട് 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടന്ന സംഭവം. വലിയ കേസായി. പിന്നെ പറയാം സ്ട്രീം ചെയ്യും, ഉള്ളിലിരുന്ന് സ്ട്രീം ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ കുഴപ്പമില്ലല്ലേ. ഇപ്പോൾ പുറത്തിറങ്ങുന്നല്ലേ മൂടോ അതെല്ലാം പറഞ്ഞു. മൊത്തം ഉസ്താദ്മാരും മുല്ലാക്കന്മാരെല്ലാം എല്ലാം ഉണ്ടാണ്ടങ്ങ് പോവാ. മൊത്തം മൂലാക്കന്മാരെല്ലാം നോമ്പ് 20 ആയിക്കൊണ്ടില്ലേ ഓതാൻ വരുന്നത്. എൻ്റെ സ്ട്രീം ചെയ്തിട്ടുണ്ടാടാ, കാണുന്നുണ്ടാടാ? കാണുന്നുണ്ട്. അമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കമ്പി വേലിയാ, കമ്പിയാക്കി തരുവാന്. ആ കമ്പി വേലി വിളിച്ചു ചോദിച്ചാലോ? എത്രയാ? 98 46 333 5. ഇതുവഴിയാ പോകേണ്ടത് സിമ്മിലേക്ക്. ഇവിടുന്ന് കുറച്ചൊരു 5-10 മിനിറ്റായിട്ട് ഇതാക്കാനുണ്ട്, 5-10 മിനിറ്റ് നടക്കാനുണ്ട്. കമ്പിവേലിൻ്റെ അങ്ങനെ എടുക്കുന്നില്ലടാ. കോള് പോകുന്നില്ല. കോളെടുത്തെങ്കിൽ അണ്ണാ കമ്പിയാക്കി തരുമെന്നെല്ലാം ചോദിക്കാനോ? അങ്ങനെയല്ല, മീൻസ് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. കമ്പി വേലിയാക്കി തരുമെന്ന് ചോദിക്കേണ്ടത് എടുക്കുന്നില്ല. അണ്ണാ കമ്പിയാക്കി തരുമോ, എൻ്റെ വീട്ടിലൊന്ന് കമ്പിയാക്കി തരുമെന്ന് ചോദിക്കണം. അപ്പം ഇവിടെ മുന്നൊരു കാറ് വന്നിട്ട് പോകാൻ തീരാ. ഇതാണ് എൻ്റെ നാട് എന്നെല്ലാം പറയാം. എന്നെ പണ്ട് ഈ തെരുവിലെ കൂടെ എല്ലാം നടത്തിച്ചിട്ടാണ് നാട്ടുകാർ കെട്ടിയിട്ടിട്ട്. ഇതെല്ലാം ഇതുണ്ടായത് അറിയാം. ഞാൻ പുറത്തിറങ്ങില്ല, ഞാൻ പുറത്തിറങ്ങി എനക്കിതാണ് അടി വന്നത്. അല്ല അടി കൊള്ളൂല. നല്ല പണ്ട് 8ാം നടന്ന കുറേ സംഭവങ്ങളാ. എന്തല്ലോ ബുദ്ധിയില്ലാത്ത പരിപാടി ആയിരുന്നു പറയാ. പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇപ്പം എന്തോ ഒരു അടുത്ത് പോകുമ്പോൾ തന്നെ എന്തോ പോലെ. ഇതെന്താ ചോപ്പ് കാണിക്കുന്നടാ? എൻ്റെ സ്ട്രീം ഇതില്ല. ഇതെന്താ എൻ്റെ ഇത് ചോപ്പ് കാണിക്കുന്നടാ?
ഒന്ന് ചോപ്പ് കാണിക്കുന്നത്? ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. സ്റ്റക്കാകുന്നുണ്ടോ? നെറ്റ് സീനോ? എൻ്റെ സൗണ്ട് നല്ല ക്ലിയറിൽ കേൾക്കും അല്ലേ? പക്ഷെ വീഡിയോ ഇങ്ങനെ കെട്ടാന്നല്ലേ? ഓക്കെയാ. പടക്കം പൊട്ടിക്കുന്ന അവിടെ പടക്കം ഇത് നോക്കിയാ പടക്കം പൊട്ടിച്ചാലോ? അപ്പോൾ പടക്കക്കട പൂട്ടിയിട്ടാണല്ലേ ഇല്ല പിടിച്ച് പൊട്ടിക്കുന്നു. അപ്പോൾ പടക്കക്കട വിഷു ആയിട്ട് അല്ല, വിഷു കഴിഞ്ഞല്ലേ ഇന്നലെ? ഇതാ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഇത് മെയിൻ എന്താ പറയാ പീടികയിലുള്ള സ്ഥലം. അതിലാളെല്ലാം എന്നെ തന്നെ നോക്കുന്നല്ലോ. നമുക്കെന്തോ ആകുന്നു മൈ. ഇവിടെ അല്ലാണ് എല്ലാവരും എന്നെ നോക്കുന്നത്. എൻ്റെ റബ്ബേ, നമുക്ക് തോന്നിയ എടാ എല്ലാം എടാ മുത്തേ. മാസ്കാരം ഇടാനുണ്ടായിരുന്നു. അവിടെ ഞാൻ തൊപ്പിയിട്ടില്ല. എൻ്റെ റബ്ബേ, ഞാൻ എവിടെയാ എത്തിപ്പോയത്? അല്ലാണ് നമുക്ക് തൂറാൻ മുട്ടുന്നത്. നാളെല്ലാം എന്നെ നോക്കുന്നത്. നമുക്ക് തൂറാൻ മുട്ടുന്നത്. അല്ലാണ് നമുക്ക് തൂറാൻ മുട്ടുന്നത്. ആൾക്കാരെല്ലാം എന്നെ നോക്കുന്നത്. എടാ അല്ലാണ് മുത്ത് നമുക്ക് തൂറാൻ മുട്ടുന്നത്. നമുക്ക് എന്തല്ലോ ആണ്. ഇതെന്താ ആളെല്ലാം എന്നെ നോക്കുന്നടാ? കോംപ്ലക്സ് അടി ഇതാണടാ ജിമ്മ്. ഞാൻ കാണിച്ചട്ടാ മറ്റേ കവല കഴിഞ്ഞു ഭാഗ്യത്തിന്. ഇതാണ് ജിമ്മ്. ആണോ? എടാ തുറന്നിനാന്ന് തന്നെ കണ്ടിട്ട് പൂട്ടിയ പോലെ ഉള്ള കേട്ടാ. ആടെ ആളില്ലാന്ന് തോന്നടാ. ആടെ ആളില്ലാന്ന് തോന്നടാ. പൂട്ടിയ പോലെ ഉള്ളേ. ആരോ തലയിട്ട് നോക്കുന്നു. ആളുടെ ആരോ തലയിട്ട് നോക്കുന്നു. എന്താ റബ്ബേ, ബോഡി ബിൽഡേഴ്സ് എല്ലാം ഉണ്ടാവോ? പേടിയാണ്. ഗേൾസ് ഉണ്ടായാൽ മതി. അവിടെ ഇവർക്കൊരു കോമ്പറ്റീഷൻ ആവോ ഇനി? ഞാൻ ബോഡി അത്യാവശ്യം ഉണ്ടോ? ആണക്കിടാൻ മാത്രമൊന്നും ഇല്ലല്ലേ? അത്യാവശ്യം ബോഡിയിലില്ലടാ. ഇതെല്ലാം മതിയടാ. ഒരു ബോഡി ബിൽഡറിന് ആദ്യം വേണ്ട എന്താ അറിയാം? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ സ്ഥലത്ത് വന്നിട്ടില്ല. എൻ്റെ ഉമ്മ സത്യം ആദ്യമായിട്ട് ഈ സ്ഥലത്ത് വരും. എൻ്റെ ഉമ്മാണ്. അവിടെ ജിമ്മിൻ്റെ സ്ഥലമല്ല ഇങ്ങനെയാണെന്നല്ല, ഫുള്ള് ബ്ലാക്ക് അന്തരീക്ഷമെല്ലാം. ഒന്നാമത്തെ പേടിയാണ്. അവിടെ ഇതേപോലെ ആവോ? ഞാൻ ഇതേപോലെ ആവും. അവിടെ മുത്തക്ക് ഉള്ളിക്കറാൻ പേടിയാണ്. അവിടെ ഇതാണ് ജിമ്മ്. അവിടെ മുത്തേ തിരിച്ചു പോയാലോ? നമുക്ക് അള്ളാണ് പേടിയാണ്. തിരിച്ചു പോ കയറണം. അള്ളാണ് നമുക്ക് പേടിയാണ്. അവിടെ കയറണം. നമുക്ക് വേറെ എന്താ ചെയ്ത്? ഞാൻ പറയട്ടെ, നമുക്ക് നോമ്പ് തുറക്കാൻ പോവാം. നമുക്ക് വേറെ എവിടെയും പോവാം. അവിടെ ആരും ഇല്ലടാ. എനിക്ക് പോവാൻ വണ്ടിയും ഇല്ല. പോവാൻ വേറെ സ്ഥലവും ഇല്ലടാ. അയ്യോ, ലിവർ എന്നെ കൂട്ടോ? എടാ എനിക്ക് അത്യാവശ്യം ബോഡിയെല്ലാം ഉണ്ടല്ലേ?
നമുക്ക് അത്യാവശ്യം ബോഡിയിലുണ്ടല്ലേ. സീനില്ല. ബോഡി ബിൽഡർ തൊപ്പി. അന്നെ കൂട്ടോ ജിമ്മിൽ ചേരാൻ വേണ്ടിട്ട്. ആരാണ് പിന്നെ? അവിടെ കോപ്പിറൈറ്റ് ആണ്. അവിടെ സീന് ഞാൻ പോകുന്നു. കോപ്പിറൈറ്റ് എടാ പാട്ട് കോപ്പിറൈറ്റാ. അവിടെ കോപ്പിറൈറ്റ് മൂഞ്ചി എടാ പാട്ട് കോപ്പിറൈറ്റാ. കോപ്പിറൈറ്റ് പിടിച്ച് കോപ്പിറൈറ്റ് പിടിച്ചാ നോട്ടെ. കോപ്പിറൈറ്റ് പിടിച്ചാ അല്ലല്ലോ ഓഫാക്കി. എടാ ആരാ സംസാരിക്കണം? നീയാ? നിങ്ങൾ ജിമ്മിൽ ചേരാൻ വേണ്ടിട്ട് 1000 റുപ്യ അല്ലേ? ദൈവം ചേരാൻ 1000 എന്തോ ഇവിടെ ജിമ്മിലായിരുന്നു. ഒരുത്ത എന്നോട് പറഞ്ഞാണ് അങ്ങോട്ട് വരാൻ. മഴ കാണുന്നില്ലല്ലോ. പേരൊന്നും നമുക്കറിയില്ല. ഇത് മൊത്തം ആദ്യം തീർക്കണം. വീടെന്താണോ? ഇതല്ലേ പെർമനന്റ് ഡ്രസ് അല്ലേ? ഇതാണോ അഡ്രസ്? എടാ നമ്പർ കേട്ടോ ഇങ്ങ. എടാ അപ്പൊ കേട്ട് മറന്നോളാ. അതെന്റെ ആ നമ്പർ അല്ല കേട്ടോ. എന്റെ നമ്പർ മാറിയാ. വേറെ നമ്പറാ. 25 ഒക്യുപ്പേഷൻ നമുക്ക് പണിയൊന്നുമില്ല. പണിയില്ലാത്തവരെന്താ അൺഎംപ്ലോയ്ഡ് എഴുതണോ? എനിക്കറിയില്ല. എനിക്ക് ബോഡി സെറ്റാൻ എത്ര എടുക്കും? നമുക്ക് അത്യാവശ്യമില്ലേ? അപ്പൊ ഇനി എത്ര എടുക്കും സെറ്റാൻ? 1 മന്താ? 1 മാസം കൊണ്ട് സെറ്റാ? പിന്നെ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ഇല്ല. ഇന്നത്തെ ഡേറ്റ് 17/4/2023. പിന്നെ ഹൈറ്റും വെയിറ്റ് അല്ലേ എഴുതണോ? ഇന്നെ ബോഡി സെറ്റ് ആവില്ലേ? ഇന്ന് സെറ്റ് ആവില്ല. പിന്നെ എന്റെ 1000 റുപ്യോ എടാ പൈസ വാങ്ങിട്ട് ബോഡി സെറ്റ് ആവില്ലല്ലോ. എടാ പൈസ വാങ്ങി എടാ ഇന്ന് സെറ്റ് ആവില്ല. ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? സൈക്കിൾ ഓടിക്കാനാ? മറ്റേ ഇതൊന്നും എടുക്കാൻ കഴിയില്ല. മറ്റേത് ജിമ്മിന്റെ സാധനം എടുക്കാൻ പറ്റില്ല ഇപ്പൊ. എടുക്കാം. ഇതെങ്ങനെയാ? ഞാൻ ജീവിതത്തിൽ ഇതിന് മുകളിലൊന്നും കയറിയില്ല.
ഇത് എന്താ കാല് സെറ്റ് ആവാൻ വേണ്ടിട്ടാ പക്ഷെ ഇത് ഭയങ്കര ലൂസാന്നല്ലോ. നീ എത്ര ടൈറ്റ് ആക്കി? എടാ ബോഡി ബിൽഡർ വർക്കൗട്ട് ചെയ്യുന്ന കാണുന്നില്ലേ? എടാ ഇവരെന്തിനാ വിളിക്കുന്നിപ്പോ? നിങ്ങാരാ? ആടാ ഉള്ളില് ചൂടാ. ഞാൻ ഷൂ പുറത്ത് വെച്ചിട്ട് പള്ളി കയറുന്ന പോലെ ഞാൻ പോയി ഷൂ ഇട്ടിട്ട് വരട്ടെ? ഇല്ല, ആ ഷൂ ഇട്ടിട്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല. വേറെ ചെയ്യാം. അടി വേറെ ട്രെയിനേഴ്സാ? നിങ്ങൾ ട്രെയിനറാ? ചങ്ങായികളും ബോഡി നോക്കി അമ്മന്ത് ഇവിടെ മൂലാൻ വന്നതാ. കേട്ടോ, ഒരു മാസം കൊണ്ട് മുത്തേ ശരിയായ ബോഡിയാകണം. ഒരു മാസം കൊണ്ട് ശരിയായ സെറ്റാക്കണേ. ഇരിക്കാനോ? ഇതിവിടെ കുറച്ചാള് ആളാണ് ചെയ്യുന്നുണ്ടാ? കുറച്ചാള് ഒരു 1000 ആളാണ്.
റീൽസിലൊക്കെ കാണുന്നില്ലേ ഇങ്ങനെ എടുക്കുന്ന സാധനല്ലേ മുത്തേ അന്റെ തൊടന്റെ അടക്കെന്തോ ഇതായി. കിട്ടുന്നുണ്ടോ? കുറച്ച് ബാക്കോട്ട് അടി. ആ ഓക്കെ എടുത്തു. ജിമ്മില് 80 സംതിങ് ആണ്. ഗേൾസ് ഉണ്ടോ? ഗേൾസ് എത്ര ഉണ്ടോ? ഗേൾസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ജിമ്മില വാങ്ങാട്ടെ ജിമ്മില ഗേൾസാ? ഗേൾസ് ഉണ്ടല്ലോ. അതാ എത്ര ആള്? ഗേൾസ് എത്ര ഷായി? കണ്ടോ? നാട്ടിലായിട്ടൊക്കെ അല്ലേ ഒരു പെണ്ണിനെ നേരിട്ടുണ്ട് എത്ര കാലം ബോഡിയിലൊന്ന് സെറ്റാക്കിക്കണം. എന്റെ ഫോണല്ലേ നേരെ സ്ട്രൈറ്റ് പിടി. നീ ക്യാമറ അടിക്കുന്ന പണി ചെയ്യോ? എടാ നീ എന്നാ നീ ബാക്ക് ക്യാമറ എടുക്കുക. ഡബിൾ ക്ലിക്ക് ബാക്ക് ക്യാമറ എടുക്കുക. ഇനി പൈസ ഒന്നും തരൂല, ഫ്രീ ആയിട്ടാണ്. ജമ്പേന്റെ ഉണ്ടോ?
സ്ട്രെച്ച് ചെയ്യാം കയറിക്കോ. ആ സ്ട്രൈറ്റ് പിടി കൈ. ആ അടിക്കാം. ലോവർ ബോഡി ലൂസാക്കിയേ, ഷോർട്ട് ലൂസാക്കി. ഇങ്ങനെ അടിക്കണ്ട, ലൂസാക്കി. അടിക്കാം. നല്ല ചെയ്യും. ഓക്കെ. സ്ട്രൈറ്റ് കയറ, നേരെ കയറ. അല്ല ഇങ്ങനെ നേരെ ഇങ്ങനെ വളയല്ല, നേരെ കയറ. ഓക്കെ ചെയ്തോ. പിള്ളേർ നോക്കുന്നു. പോകട്ടെ നോട്ടണ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, ഓടിക്കോട്ടെ. എടാ എനക്ക് നടക്കുമ്പോൾ എന്തോ ഡിസി പോലെ, കാലെന്തോ എന്തോ ഒരു എനിക്ക് തോന്നില്ല. അയ്യാ നിലയിലൊരു ഇങ്ങനെ അമരുന്ന പോലെ അല്ല. ബെൻഡ് മുട്ടുവേണ്ടി. കളർന്ന കുറച്ചും റെസ്റ്റ് എടുക്കും. അങ്ങനെ വേണ്ട. ഞാൻ സെറ്റായി, എൻ്റെ ബോഡി അത്യാവശ്യം സെറ്റായി എന്നാണ് പറയുന്നത്. അവർ ഒരു ശരി ഇതെല്ലാം ആയിനടാ അല്ല. അതിനടാ സെറ്റായി അത്യാവശ്യം സെറ്റായി അല്ല, അത്യാവശ്യം സെറ്റായില്ല. വരുന്നുണ്ട്. ഇനി ഏതാണ്?
ഇങ്ങനെ നോക്കിയാൽ മതിയല്ലേ അല്ലാണ്ടല്ലേ സോറി ഇതൊക്കെ ഇഷ്ടപ്പെട്ടാ ഇത് കുറച്ച് ഈസി അല്ലേ ആ വെയിറ്റ് കുറവല്ലേ എത്രയായി? ആ എണ്ണണോ 10 മതി. ഞാൻ കുറേ ചെയ്ത് റെസ്റ്റ് എടുക്ക. ചെയ്തോ നല്ല ചെയ്യണേ. അപ്പൊ വന്നാലും മൂന്നാളെ ഉണ്ടാവും വേറെ ട്രെയിനേഴ്സ് ഉണ്ടാവും അല്ല മൂന്നാളെ ഇത് വേറെ നീരജ് ഗിരീഷാ നീരജ് നീരജാ ആ വേറോ ഉഷാദ് നിഷാദ് അത് ഷാഹിദ് അതിനൊക്കെ പണ്ടായിരുന്നു സ്കൂളിലുണ്ടായതാണ് നീ ക്ലാസ് എത്തി പഠിച്ചല്ലേ റെസ്റ്റ് എടുക്കട്ടെ. 10 അല്ല നല്ല നല്ല അടിക്കുന്നത് കറക്റ്റാക്കി എൻ്റെ എടുക്കാം. എങ്ങനെ അടിക്കുന്നത് കറക്റ്റാക്കി എൻ്റെ എടുക്കാം. 5 പേരല്ല ഇങ്ങനെ എല്ലാം എണ്ണണല്ലേ 10 അടിച്ചാൽ പത്തിലും കൂടുതലേ റെസ്റ്റ് എടുക്കും. കുറച്ച് മുക്തായ കയ്യിൽ ഫ്രീ ആക്കിയിട്ട് എന്നാ ടീനടക്കുന്നു പോയി എന്റെ തൊട പോയി ടീനടക്കം തുടങ്ങി എന്ത് എന്ത് തുടങ്ങി ഒന്നുമില്ല. ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ആ കല്ല് ആ പിടിച്ചേ ബാക്കിലേക്ക് കഴിച്ചേ അല്ലേ അല്ലേ ഓക്കെ അടുത്ത തൊട മൊത്തം വേറെ എടുക്കുന്നത് അതാ ജമ്പ് ചെയ്യുന്നതാണ്. വലിയതൊന്നുമില്ല ഒന്ന് പഠിക്കും. അല്ല ചേ എത്രയായി? സോറി 10 ടയർഡാ. എല്ലാം എനിക്ക് നല്ല സ്റ്റാമിന പറയും. ആ മണി 200 എണ്ണം എടുക്കും. നോമ്പായിക്കോണാണ് സ്റ്റാമിന വെള്ളം കുടിക്കാത്തോണ്ടാണ്. അതിനേതാ വീഡിയോ നീ കളിക്കാം.
ടൈമൊന്നുമില്ല. ഇരുന്നിട്ട് ചെയ്ത മൂന്ന് എണ്ണാണല്ല 4 ഇതെന്ത് വെയിറ്റ് കൂടിയല്ലേ? ഈ സാധനത്തിന് വെയിറ്റ് ഉണ്ടല്ലോ 50. അതായത് ചെറിയ സാധനമല്ലേ, അങ്ങനെ എത്ര വെയിറ്റ്? 10. അത് 250 വെയിറ്റ് ഉള്ളൂ. നിൽക്കുമ്പോ വെയിറ്റ് ഇല്ലാതാ. Let's go. മൊത്തം വേർത്തടാ ഷർട്ടല്ലോ. ഇനിയതാ നീ വെള്ളമെല്ലാം കുടിച്ചിട്ട് വരുന്നല്ലേ? അവിടെ ദാഹിച്ചിട്ട് ചായ. ഇവിടെ ആർക്കെങ്കിലും നോമ്പുണ്ടോ? ആർക്കും നോമ്പുണ്ടാവല്ലേ? അവിടെ വലിയ സാധനം എടുക്കാൻ വേണ്ടിട്ടാ ഇതെടുക്കാം. ഞാൻ ഇത് കണ്ടിട്ടാന്ന് ഇവിടെ റീൽസിൽ ഇത് എടുക്കുന്ന കണ്ടിട്ടാന്ന് നമുക്ക് ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹമാണ്. ഈ സാധനം ഞാൻ ശരിയായ ജിമ്മനാകാൻ വന്നത്. ഞാൻ ഇനി അത് എടുക്കാൻ പോകുന്ന സാധനം ഇതാ അറിയാം. നോക്കിയാൽ സാധനം നോക്കിയാൽ അത് കാണിച്ചോട്ടെ. ഇത് എടുക്കാം. ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്.
ഈ സാധനം ഞാൻ എടുക്കാൻ പോകും. ക്യാമറ എടുക്കുക അതാ പിടിച്ചോ. അവിടെ വെയിറ്റുള്ള സാധനം എടുക്കുന്നത്. കാരണം അങ്ങോട്ട് കടന്നിട്ട് എടുക്കുന്ന കിടന്നു. ഓക്കെ ബാക്കോട്ട് ആ ഓക്കെ കുറച്ച് ആ ഓക്കെ മതി ആ ആ കുറച്ച് ബാക്കോട്ടേക്ക് മുകളിലേക്ക് ആ മുകളിലേക്ക് കുറച്ചും കൂടി ആ ഓക്കെ അടിച്ചു കാൽ താഴച്ചോ ഇങ്ങനെ ഇപ്പുറം വെച്ചോ ആ ഓക്കെ ഓക്കെ അടിച്ചോ താഴോട്ട് ഓക്കെ വെയിറ്റ് ഇടാം നല്ല സ്റ്റാർട്ടിങ് അല്ലേ നല്ല വെയിറ്റ് ഇടാം അടി ഫുൾ താവട്ടെ എന്താവട്ടെ ഇത്രേ അതായില്ലേ ആ അല്ലേ ഒരുമാതിരി വെയിറ്റ് ഇല്ലാണ്ട് ഇത് വന്നിട്ട് ആണെന്ന് ഡോലോ പോലും കൊടുക്കുന്ന പോലാണ്. അങ്ങനെതാ കഴിഞ്ഞോ കഥക്കുന്നുണ്ടോ ഞാൻ ഇങ്ങനെ വെയിറ്റില്ലേ നല്ല അത്ര മതി ഫുൾ പുഷ് ഉണ്ട് എത്ര മതി ആ താട്ട് ആ അടി ഓക്കെ ചെസ്റ്റിൻ്റെ ആ കൈ ഇങ്ങനെ താക്ക് ഷോൾഡർ താക്ക് കൈ ഇങ്ങനെ ഇങ്ങനെ താക്ക് ഇങ്ങനെ താട്ട് ആ അടി അടി മല്ല അടി ഓക്കെ നോടി ലാസ്റ്റ് നമുക്ക് വീട്ടിൽ പോകണം. എന്നാ മസിലല്ലേ സ്റ്റോപ്പ് വീട്ടിൽ പോകണം. അതെയാ മറ്റേ പൊരക്ക് പോയാലോ അന്നെക്കൊണ്ട് കഴിയുന്നു തോന്നില്ല. ഇത് രാത്രി ഉണ്ടാവും ഇത് എത്ര മണി വരെ? 9 മണി വരെ ഉള്ളൂ. നോമ്പായിക്കൊണ്ടാണല്ലേ വൈകുന്നേരം വരുമ്പോൾ കിടക്കുന്ന. രാത്രി ആകുമ്പോൾ കുഴപ്പമില്ലടാ. നമുക്ക് 20 നോമ്പുണ്ട് നമുക്ക്. ആ നോമ്പതിനെ കുഴപ്പമില്ലടാ. ഇങ്ങനെ ഒന്നല്ല നമുക്ക് ശരിയായ സ്റ്റാമിന. ആ ഭയങ്കര ശക്തിയാണ്. അവനെ നോമ്പായിക്കൊണ്ടാ ഫുഡിൻ്റെ.
എന്നാ ഞാൻ പോട്ടെ, നാളെ വരാം. ആ വരും. എന്താ അവിടെ ഇത് ജിമ്മിൽ ഫസ്റ്റ് ദിവസം പോയാൽ രാത്രി ഇതാന്നെല്ലാം പറയുന്ന നിൽക്കുന്നത്, വേനെടുത്ത് കാര്യമൊന്നുമില്ല. കാരണം ഞാൻ നിന്നെ വിളിച്ചോട്ടെ, നീ എപ്പം വിളിച്ചാലും നീ എടുക്കോ? രാത്രി എത്ര മണിക്ക് വിളിച്ചാലും നീ എടുക്കോ? ഞാൻ വിളിക്കാം. നമ്പർ തരോ? എൻ്റെ ഫോൺ ഇടുക. ആ കഴിഞ്ഞു. നിങ്ങളെ വേറെന്തേലും? എൻ്റെ വിശാലല്ലേ? അതിൻ്റെ നമ്പർ തരുമോ? ഇതെൻ്റെ അല്ല, കമ്പനി നമ്പറല്ല, എനിക്ക് ഇവൻ്റെ പേഴ്സണൽ നമ്പറാണ്. എത്രയാ? അവിടെ വേണ്ട, ഒച്ചത്തിൽ പറയണ്ട. ഇത് ഞാൻ എടുക്കണം. ഓക്കെ. എടാ എന്നാൽ ഓക്കെ. ഇതപ്പം ഇതാണ് എൻ്റെ ജിമ്മ്. അവിടെ ജിമ്മിൻ്റെ ഇത് കൊടുത്തു, ജിമ്മിൻ്റെ സാധനം കൊടുത്തു, ലോഗൊന്നും കാണില്ല. ഇതാ എൻ്റെ ജിമ്മ്. ഇതാ ഇനി മുതൽ ഇവിടെയാണ് ഞാൻ ബോഡി സെറ്റാക്കാൻ പോകുന്നു. മുത്തേ ശരിയായ ബോഡി ബിൽഡറായിട്ട് ഇനി തിരിച്ചു പോകുന്ന പറഞ്ഞു. ഹലോ അതാരാ? അവിടെ ചുമുട്ട പിള്ളേർ ഫോട്ടോ എടുക്കാൻ വന്നിട്ടാടാ. ചുമുട്ട പിള്ളേരുടെ രണ്ടാണോ ബോഡി ബിൽഡറിനെ കാണാൻ വന്നതാണ് അവര്. അതാ ബോഡി ബിൽഡറിനെ കാണാൻ വന്നതാ. അതാണ് മൊത്തം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് എനിക്ക് വന്ന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് ഇൻസ്പിറേഷൻ വേണ്ട പിള്ളേർ വരാന്നുള്ളു. അല്ല ഞാൻ ഇവിടെ ഇല്ല, അതിൻ്റെ മുമ്പിലില്ലേ എത്തുന്നത്. പോവാ അങ്ങനെ മുത്തേ ഞാനും ബോഡി ബിൽഡറായി. അതെ എടാ, അങ്ങനെ ഞാനും ബോഡി ബിൽഡറായി മുത്തേ. പിന്നെ അവിടെ എടുത്തെടുത്തോ, ഞാൻ എടുക്കണം. നിക്കടാ. നോക്കടാ. അതാ ഇനി അടാ മുത്തേ ഞാൻ എന്താണ് കേറില്ല. നീ എടുത്തോ, നീ എടുത്തോ, അവിടെ നിന്നിട്ട് എടുത്തോ. നമ്മൾ ചെയ്തോളാം. ആയില്ല ആടാ. ആ ഞാൻ വീട്ടില്. അതാ എൻ്റെ ബോഡി കാണാൻ വേണ്ടിട്ട് പിള്ളേർ വന്നേന്ന് തോന്നട്ടോ. എനക്ക് വന്ന് ബോഡി കാണാൻ വേണ്ടിട്ട് വന്നിരിക്കും, അല്ലെങ്കിൽ ഇൻസ്പിറേഷന് വേണ്ടിട്ട് വന്നിരിക്കും. കുറച്ച് മോട്ടിവേഷൻ കൊടുക്കണം ആൾക്കാർക്കല്ലോ. നെവർ എന്തേലും കീപ്പ് വർക്കിംഗ് ഔട്ട്. മറ്റേ സാധനം ഇട്ട് കൊടുത്താലേ നീ അടി ഈ നാട്ടിലടാ, നമ്മളെ നാട്ടിലില്ലടാ അധികം ബോഡി ബിൽഡേഴ്സ് ഒന്നും ഇല്ല. അപ്പം ഞാൻ ബോഡി ബിൽഡ് ചെയ്താ ഞാനിരിക്കും ശരിയാണ്. പോട്ടാ നിങ്ങൾ ഈ ജിമ്മിലായിരുന്നതാ? അടി ഇങ്ങക്ക് ഞാൻ ഇപ്പം അടി ഇങ്ങക്ക് ബോഡി ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ഈ ജിമ്മിലാർക്ക് ബോഡി ഇല്ല. അതാ വേണം എന്നോട് മാങ്ങാട് തൊപ്പിൻ്റെ വീട് വർത്തി. ഞാൻ വിചാരിച്ചു ഞാൻ ഇടുന്ന ബോഡി ബിൽഡ് ചെയ്താൽ മാങ്ങാട്ട് ആകെയുള്ള ബോഡി ബിൽഡർ ഞാനാവും. നോക്കുമ്പോഴേക്ക് ഇത് എല്ലാവർക്കും ബോഡി ഉണ്ടല്ലോ. പിന്നെ അമ്മ എന്താ ഇവിടെ പൊരി വെക്കാൻ വന്നതാ? ഇതെന്താ ഇത് എല്ലാവർക്കും ബോഡി ഉണ്ടറാ? അമ്മന്തിരാവിനോ നോക്ക പോട്ടാ. എന്തിന് ആ നിഹാദ്. ആ ശരി എന്നാ
ഞാൻ പോയിട്ട് വരുന്നതാണ്. ആ ബോഡിയിലെ സെറ്റ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, മാറ്റം കാണുന്നില്ല. ഞാനിപ്പോൾ ഇതായി വർക്കൗട്ട് ചെയ്തിട്ട് വരുന്നതാണ്. ആ എന്താടെ ഇൻസൾട്ട് ചെയ്യുന്ന പോയോന്നെല്ലാം ചോദിക്കുന്നത്. കാരണം കാണുമ്പോൾ തന്നെ തിരിയുന്നില്ല ആ വർക്കൗട്ട് ചെയ്തതെന്ന്. ഇവിടെ ഇങ്ങടെ വീട് എവിടെയാ? അങ്ങോട്ടേക്കാ? എന്നാൽ പോയിക്കോ. നോക്കടാ കാണാം. അതാണ് ഒത്തേ. ഇവലും കട്ടായോ? ഒന്നും കാണുന്നില്ലല്ലോ സ്ക്രീനിൽ. ഞാൻ ഒരു മണിക്കൂർ മുമ്പായിട്ട് നോക്കിയപ്പോൾ ലൈവ് സ്റ്റിൽ ഓൺ തന്നെയാടാ. ഹലോ ഹലോ എടാ എൻ്റെ ഓഡിയോ മ്യൂട്ടിടാ. ഹലോ എടാ മുത്തേ അതിനിപ്പം വണ്ടി കൊണ്ട് പോകും. എടാ എൻ്റെ ഓഡിയോ കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നുണ്ട്, എനിക്ക് കേൾക്കുന്നുണ്ട്. ഇതെന്താ ചാറ്റിലെല്ലാവരും 4000 എടുക്കുന്നത്? 4000 4000 സൂപ്പർ ചാറ്റ് കാണാ? എവിടെയാ നോട്ട്? ഞാൻ കാണുന്നില്ല. 159 റുപ്യ സൂപ്പർ ചാറ്റാണ്. ഇതിൽ 159 റുപ്യ കാണുന്നടാ. 4000 സൂപ്പർ ചാറ്റ് ചെയ്ത് ഞാൻ നേരത്തെ ആരെങ്കിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പോയിട്ടുണ്ടോ? ഞാൻ 1 മണിക്കൂറായിട്ട് നോക്കിയിട്ടില്ലടാ. ഞാൻ ഇപ്പം ചാറ്റ് നോക്കണം. 4000 സൂപ്പർ ചാറ്റ് ചെയ്ത് ആരായാലും താങ്ക് യു ബ്രോ. എന്താടാ ആള് മൊത്തം നോക്കി ചിരിക്കുന്നടാ. ഇതെന്തെന്നാ പിള്ളേർ മൊത്തം നോക്കി ചിരിക്കുന്നടാ. അമ്മ എന്താ ഇവിടെ പൊരി വെക്കാം ചൊപ്പ വെട്ടാന്ന് വന്ന അമ്മ. ഒരു ബോഡി ബിൽഡറിനെ കണ്ടാലുള്ള റെസ്പെക്റ്റ് ഇല്ലാടാ. എല്ലാവരും കളിയാക്കി ചിരിക്കലും എന്നാണിത്. അമ്മ എന്താ ഇടാ? ഒരു ബോഡി ബിൽഡറിന് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കണ്ടടാ. 184 AD ആണെന്നാ. ഓ 154 ദിർഹംസ് 4000 റുപ്യ ആവും. 154 ദിർഹംസ് 4000 റുപ്യ. എൻ്റെ ഒത്ത അതൊക്കെ ആരാണോ? അവൻ്റെ പേര് അസ്ലം ഷാ. താങ്ക് യു ബ്രോ. താങ്ക് യു ഫോർ ദ 184 dirham super chat. താങ്ക് യു ഫോർ ദ താങ്ക് യു ബ്രോ. താങ്ക് യു 4000 റുപ്യ സൂപ്പർ ചാറ്റ്. എനിക്കൊന്നും അറിയാമെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് അല്ല മുമ്പ് ഒരാൾ 3000 റുപ്യ ചെയ്തിട്ടില്ല. ഒരു പേഷ്യൻസ് ഈസ് വെച്ചു എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങായി 3000 റുപ്യ ചെയ്തിട്ടില്ല. ആ ഇതാണിപ്പോൾ ഹൈയസ്റ്റ്. ഇതാണ് ഹൈയസ്റ്റ്. അവിടെ പടക്കപ്പൊടി ഉണ്ട്. പടക്കം വാങ്ങിയാലോ? ഇവിടെ പൈസ ഉണ്ട് എൻ്റെ സംഗീത പടക്കെല്ലാം കഴിഞ്ഞോ? പടക്കം ഉണ്ടോ? എല്ലാം കഴിഞ്ഞ ഒന്നുമില്ല പൊട്ടിക്കാൻ. വലുതെന്ത്? അയ്യോ എന്നോട് കമ്പിത്തിരി മതിയാന്ന് ചോദിക്കുന്നടാ. ആളൊരുമാതിരി മറ്റേതാക്ക് കമ്പിത്തിരി ആക്കുന്ന തന്നെ. അവിടെ കമ്പിത്തിരി മതിയാന്ന് ചോദിക്കുന്നടാ. ഇവിടെ മാലയൊന്നും ഇല്ല ചെറിയ ഇല്ല ഒന്നുമില്ല. പടക്കം പൊട്ടിച്ച് എത്ര കാലമാരോ പടക്കം പൊട്ടിക്കണം. എന്നാ അയ്യോ പോയിട്ട് കളിച്ചാലോ? എന്തെങ്കിലും പബ്ജി കളിച്ചാലോ പോയിട്ട്? അപ്പം അങ്ങ് കൊടുക്കാൻ എത്ര സമയം ഉണ്ടോ? തൊണ്ട പറ്റിയിട്ടില്ല മുത്തേ. വർക്കൗട്ട് ചെയ്തിട്ട് മുത്തേ സമയം എത്ര? 5:54 മുത്തേ. ഇനി അത്ര 3/4 മണിക്കൂറുണ്ട് ബാങ്ക് കൊടുക്കാൻ. ഞാൻ ഒന്നായിക്കണ്ടേ. തൊണ്ട പറ്റിയിട്ടില്ലേ മുത്ത. അവിടെ ഒരു 40 മിനിറ്റ് മുന്നിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ എന്താ വഴി? നല്ല ചിരിക്കുന്ന ഒരു 40 മിനിറ്റ് മുമ്പിലേക്ക് പോകണം എനിക്ക്. എനിക്ക് ഈ ദാഹം സഹിച്ചിട്ട് 40 മിനിറ്റ് ജീവിക്കാൻ കഴിയുമെന്നൊക്കെ തോന്നില്ല.
മൊത്തം ഇതാണ് എൻ്റെ ഇടവഴി. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴി. ഈ കമ്പി വേലിൻ്റെ ചങ്ങായിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അല്ല നമ്പർ എത്രയാണ്? കമ്പി വേലി പോസ്റ്റർ ഉണ്ടായിട്ടില്ല നേരത്തെ നമ്മൾ പോകുമ്പോൾ. ഇയാളെ വിളിച്ചിട്ട് കിട്ടിയിട്ടാലോ. 46 13 എൻ്റെ വീട്ടിൽ കമ്പി വേലിൻ്റെ ആവശ്യമില്ല. ആവശ്യമുണ്ട്. അമ്മ അങ്ങനെ ഇതാക്കാൻ വിളിക്കുന്നില്ല, ശരിക്കും ആവശ്യത്തിന് വിളിക്കുന്നത് തന്നെ. ഹലോ കമ്പി, ഹലോ കമ്പി ആട്ടന, കമ്പി ഇതാക്കുന്ന ആളാ? കമ്പീൻ്റെ ചങ്ങായിയാ? ഞാൻ ഇവിടെ മാങ്ങാട്ടിൽ നിന്ന് വിളിക്കുന്നതാണ്. ഞാൻ മാങ്ങാട്ട് പള്ളീൻ്റെ ഇപ്പുറം നിങ്ങളൊരു ഇത് കണ്ട്, ബോർഡ് കണ്ട്, ഇത് കമ്പിയാക്കി കൊടുക്കുന്ന പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ട്. മനസ്സിലാ അത് തന്നെ. ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ എൻ്റെ ഇവിടെ ആക്കി തരുവാ, വീട്ടിൽ വന്നിട്ട് കമ്പിയാക്കി തരുവാ. എനിക്ക് എത്ര പൈസ? അല്ല കമ്പി വേലിക്ക് എത്ര പൈസ? എത്രയാ കമ്പി വേലിൻ്റെ എത്ര പൈസ? എത്രയാ അളവ് എന്ന് പറഞ്ഞാ? അളവ് ഒരു 6.5-7 ഇഞ്ച്. അങ്ങനല്ല, നമ്മളിപ്പോ നിങ്ങള് വേലിക്കാണെങ്കിൽ എന്നാ അടിയും തൊട്ട് മുകളിൽ ഒരു 7 ഇഞ്ച് 7.5 ഇഞ്ച് അത്ര മതി. നമുക്ക് മനസ്സിലാവില്ല. അതായത് നിങ്ങൾ വീടിന്റെ മുന്നിലാണ്? വീട്ടിന്റെ മുന്നിലല്ല, ഇങ്ങ റൂമിലേക്ക് വന്നാൽ മതി. കമ്പിയാക്കി തരുങ്ങ. ഇങ്ങ കമ്പിയാക്കാൻ എത്ര റേറ്റ്? എത്ര ഒരു ദിവസം കമ്പിയാക്കാൻ എത്ര നിങ്ങളെ റേറ്റ്? അണ്ണാ കമ്പിയാക്കി തണ്ണാ. അണ്ണാ കമ്പിയാക്കി അണ്ണാ മുട്ടുന്നണ്ണാ. അണ്ണാ കമ്പിയാക്കി തണ്ണാ. എടാ പാവടാ ചങ്ങായി, പാവം. അടി 40 മിനിറ്റ് എന്നാ ചെയ്യോ? 40 അല്ലേ? ഇനി എത്ര മിനിറ്റാ? 40 മിനിറ്റ് ഉണ്ട്. 35 40 മിനിറ്റ് ഉണ്ട് ഇനി. എന്നാ അയ്യോ മൊത്തം അതാണ് മൊത്തം. എൻ്റെ വീട് കണ്ടാണ്. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതാണ്. എൻ്റെ വീട്ടിലേക്ക് കയറുണ്ടാവാ. ആടാ എന്താ വീട് ഇത് നൈസ് സ്ഥലമല്ലേ? ഇതിൻ്റെ അടിയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഇരുന്നാൽ മതി. വീട്ടിലേക്ക് കയറുമ്പം തന്നെ നോക്കി അള്ളാൻ്റെ മുത്ത സുബ്ഹാന ജല്ല ജലാലു പതിരീങ്ങളെ. ആ പോയി സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ച് ടിക്കറ്റ് കിട്ടിയെന്നാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്ത് ടിക്കറ്റ് ഓക്കെ ആയി, കൺഫേം ആയി. ആ ഒറ്റ ബോർഡിൽ തന്നെ ആ ബോർഡ് വെച്ചതിൽ തന്നെ അള്ളാഹു ടിക്കറ്റ് കൺഫേം ആക്കി തന്നെ. മറന്നു വേണ്ട, അൾട്ടിമേറ്റ് ടിക്കറ്റ് കിട്ടി സ്വർഗത്തിലേക്കുള്ള. ആ കാലനം എടുക്കുന്നുണ്ടോ? മുത്തേ ഇന്ന് രാത്രി ഞാൻ കരയും കേട്ടോ മിക്കവാറും. എൻ്റെ കയ്യും കാലം വേണ്ടെടുക്കുന്നാളാ ഉള്ളിൽ. ഞാൻ ജിമ്മിൽ പോയാളി. എന്തിനാ ജിമ്മിൽ വന്ന് ബോഡി ശരിയാക്കാൻ? ആരാ പറഞ്ഞു? ഏതുള്ളറ്? ആറാതെന്നാ ഇവിടെ വെക്കാം. നാലാതെന്നാ? എന്നിട്ട് എന്താ തിന്നാനാക്കുക? നോമ്പുറക്കാൻ എന്താക്കുന്നത്? തിന്നാനെന്താക്കുന്നത്? പിന്നെ ഞാൻ എന്താക്കണ്ടേ? നമുക്കിപ്പോൾ പറഞ്ഞു എന്താ പറഞ്ഞ?
എൻ്റെ 90% നെറ്റ് കഴിഞ്ഞടാ. ഇപ്പം ലൈവ് ഇപ്പം കേട്ടോ. എൻ്റെ പഞ്ഞുണ്ട്. നിങ്ങളവിടെ പോയിന്? നിങ്ങൾ ഇന്നലെ മുതൽ എവിടെ പോയിന്? നിങ്ങളവിടെ പോയിന്ന് പറ. അള്ളാഹു നിന്നോട് ഇതാക്കും അങ്ങനെ ആക്കും ഞാനൊക്കെ ഒരു ഒന്നര മണിക്കൂർ സംസാരിച്ച് കുറേ സംസാരിച്ച്. സാധാരണ എല്ലാവരോടും വർത്തമാനം പറയുമ്പോൾ കുറച്ച് കൂടാറുണ്ട്. സാജിക്കാക്ക് എന്തോ ഇത് നല്ല ഇതിൽ വർത്തമാനം പറയും. ഞാൻ എല്ലാം ഇപ്പോൾ കേട്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് നിന്ന് തിരിച്ചൊന്നും അർത്ഥമൊന്നും പറ്റില്ല. പിന്നെ എല്ലാവരും ഞാൻ എന്താക്കണ്ട എല്ലാം പറഞ്ഞു ജസ്റ്റ്. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നൊന്നും ഇല്ലാളെ. ഞാൻ മര്യാദ ഞാൻ ഇന്ന് പോയില്ല. ഇന്ന് ഞാൻ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് ലൈവ് ഇട്ടത്. അതിലെന്താണ് തെറ്റുള്ളത്? ഇന്നലെ ഞാൻ ലൈവ് ഇട്ടെന്നാ ലൈവ് ഇട്ടിട്ട് ഗെയിം കളിച്ച് എന്നിട്ട് കട്ടാക്കി. അതിലെന്താ തെറ്റുള്ളത്? രാത്രി 27 രാവിലെ നമ്മൾ ഉണ്ടാണ്ട് നാട്ടെ. ഇല്ല ചെയ്യുന്നില്ല. ആവാന്നോലോ നരകത്തിലിട്ട് പോയിരിക്കും പോലും. അല്ലാഹു നരകത്തിലിട്ട് പോയിരിക്കോളെ. യോ അല്ലാഹ് സുബ്ഹാന ജല്ല ജലാലു. അള്ളാഹുക്ക് നിരക്കാത്തൊന്നും നമ്മൾ ചെയ്യൂലേ പറഞ്ഞിട്ടാ. എൻ്റെ മുത്ത ഞാനിത് ജിമ്മനായല്ലേ. ഞാന് ശരിയായ ജിമ്മനായല്ലേ ഞാന്. എടേ ഇനി അല്ല അടിക്കാനുള്ള പാടാ. ഇനി അല്ല അടിക്കാനുള്ള പാ. ഇനി പഴയ പോലല്ല. എന്താടാ എന്താടാ ആരോടാ കളിക്കുന്നത്? ബോഡി ജിം ബോഡിനോടാ നീ കളിക്കുന്നത്? മാറിക്കടാ. ആരോടിക്കാ കളിക്കുന്നത്? ആരോടിക്കാ കളിക്കുന്നത്?